കൊള്ളായിരുന്നു, നല്ല സൂപ്പറായിരുന്നു. പക്ഷേ പോക്കറ്റ് രാജ് പോലെ ഒരു ഇതായിട്ട് വന്നില്ല. അത് മമ്മൂക്ക ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. എന്തൊരു ഫൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി ഫൈറ്റ് അല്ലേ അയാൾ, ഒന്നും പറയാനില്ല. മഹാനടൻ, മലയാളത്തിലെ മെഗാസ്റ്റാർ എന്ന് വെച്ചാൽ ഇതാണ് മെഗാസ്റ്റാർ. ഫൈറ്റ് കാണിച്ച് തന്നിട്ടുണ്ട്, സൂപ്പറായിരുന്നു. ഒമ്മോ വില്ലൻ കിടുക്കി കളഞ്ഞില്ലേ, എന്തൊരു കിടുക്കും, സെറ്റായിരുന്നു. അതെല്ലാം ഫൈറ്റ് എന്നാണ്. ഫസ്റ്റ് ഫൈറ്റ് മമ്മൂക്ക വരുമ്പോഴുള്ളത് അതൊരു ഫൈറ്റ് തന്നെയാണ്. പള്ളിയിലുള്ള ഫൈറ്റ് എന്ന് പറയുന്നത് ജോസ് ചെയ്യാൻ വരുമ്പോഴത്തേക്കുള്ള ഒരു ഫൈറ്റ് ഉണ്ട്, അതൊരു പൊളി ഫൈറ്റാണ്. പടം പക്ഷേ വലിയ സ്റ്റോറി ആയിട്ട് അങ്ങനെയൊന്നുമില്ല. വൈശാഖൻ്റെ പടമല്ലേ, പോക്കറ്റ് രാജ് ഭയങ്കര ഹൈപ്പ് പടമാണ്, ഒരു രക്ഷയില്ലാത്തതാണ്. പക്ഷെ നമ്മൾ അതൊക്കെ എല്ലാം വിചാരിച്ച് വന്നെങ്കിലും പക്ഷേ നമുക്ക് ആ ഒരു സ്റ്റോറി വന്നിട്ടില്ലെങ്കിൽ നമുക്ക് മമ്മൂക്കയിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതായത് ഫൈറ്റ്, പിന്നെ കോമഡി, അത് കണക്ക് ആരും ചെയ്യൂല. അതും മമ്മൂക്ക ഒരു റോൾ ചെയ്തതിൽ ഹാപ്പിയാണ്, എനിക്കത് ഇഷ്ടപ്പെടും മമ്മൂക്കയുടെ ഫൈറ്റ്. കാര്യം പുള്ളിക്ക് പ്രായമൊന്നും പറയാൻ പറ്റൂല, പുള്ളിയുടെ മനസ്സ്, അതാണ് പുള്ളിയുടെ മനസ്സാണ്. പ്രായമൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല, പ്രായം പറയാനേ പാടില്ല, അതെല്ലാം ഒരു നമ്പറാണ്. പുള്ളിയുടെ മനസ്സ് ഇത് കാണിക്കാനുള്ള ഒരു ഫൈറ്റ്. പാർട്ട് 2 ആയിട്ട് അങ്ങനെയൊന്നും കാണുന്നില്ല. നമുക്ക് ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ തന്നെ സെക്കൻഡ് ഹാഫ് എങ്ങനെയാണെന്ന് നമുക്ക് കറക്റ്റാಗಿ മനസ്സിലാവും. എന്നാലും മമ്മൂക്കയുടെ ഫൈറ്റിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഒരു രക്ഷയില്ല. മമ്മൂക്കാക്ക് ജയ്, മമ്മൂക്കാക്ക് ജയ്, മമ്മൂക്കാക്ക് ജയ്. അടിപൊളി സ്വാഗായിരുന്നു. ചെറിയൊരു അടിപൊളിയായിട്ടുണ്ട്. ചെറിയൊരു ലാഗ് ഫീൽ ചെയ്തു. എനിക്ക് തോന്നുന്നൊരു 3-4 വർഷം മുന്നേ ഇറങ്ങിയിട്ടൊരു സിനിമയായിരുന്നു. പക്ഷെ മമ്മൂക്കയുടെ ഒരു സ്വാഗ് ഇതിൽ കാണാനുണ്ടായിരുന്നു. മ്യൂസിക്കൊക്കെ കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. ഒരു ലാസ്റ്റ് ഒരു അടിപൊളിയൊരു സംഭവം വരുന്നുണ്ട്. എനിക്ക് പ്രതീക്ഷിക്കാം, നമുക്കൊരു ടർബോ 2 പ്രതീക്ഷിക്കാം അടിപൊളിയായിട്ട്. സൂപ്പർ പടം ഒരു രക്ഷയില്ല, കിട്ടില്ല പടം. ഫൈറ്റിംഗ് പക്ക, നല്ല പടം, സൂപ്പർ പടം, കൊള്ളാം, സൂപ്പർ, നല്ല എക്സൈറ്റിംഗ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. ഇല്ല അടിപൊളിയായിരുന്നു. കേട്ടില്ല, കൊള്ളാം, അടിപൊളി, ഒരു രക്ഷയില്ല. നല്ല സിനിമ, സൂപ്പർ പടം. മമ്മൂക്കൊക്കെ വേറെ ഒരു രക്ഷയില്ല. രാജ്മീർ ഷെട്ടി വിഷയം നല്ല മാസ്, അടിപൊളി നല്ല പടം, നല്ല സൂപ്പർ പടം, അടിപൊളി പടം. ഇത് കപ്പർ പടം, സൂപ്പർ പടം, കിടിലം പടം, കൊള്ളാം. ഈ രോമാഞ്ച കഞ്ചകം എന്നൊക്കെ പറയില്ലേ, അത് തന്നെയായിരുന്നു സിനിമ. ഇതിനകത്ത് മമ്മൂക്ക ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ഇതൊന്നും തീർന്നില്ലേടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് മമ്മൂക്കയുടെ അഭിനയം തീർന്നിട്ടില്ല. കാരണം ഈ ഒരു സിനിമ മമ്മൂക്കയുടെ ഒരു 1 man ഷോ തന്നെയാണ്. കാരണം മമ്മൂക്ക കമ്പനിയുടെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. ഒന്നും കാണാതെ അയാൾ പ്രൊഡ്യൂസ് ചെയ്യില്ലെന്നത് പ്രേക്ഷകരായ ഞങ്ങൾക്കറിയാമായിരുന്നു. ആദ്യം മുതൽ അവസാനം വരെ മമ്മൂക്ക തകർത്തിരിക്കുകയാണ്. ഒരു 18 വയസ്സെന്നൊക്കെ പറയില്ലേ, അത് തന്നെ ഒരു 18 വയസ്സ്, ഒരു എനർജിയായിട്ട്. കാരണം ഞങ്ങൾക്കൊക്കെ സത്യം പറയാം, സിനിമ കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു 10 മിനിറ്റ് ഇവിടെ നിൽക്കുകയായിരുന്നു. ഞങ്ങൾ ആ സിനിമയിൽ നിന്ന് മോചിതരായിട്ടില്ല. അതിൻ്റെ ആ ക്ലൈമാക്സ് ഫാക്ടർ, ആ എൻഡിലൊരു സാധനം നിർത്തിയിട്ടുണ്ട്. പ്രേക്ഷകർക്ക് ഇനിയും പ്രതീക്ഷയുണ്ട്. ഒരു ടർബോ ജോസല്ല, ഇതൊരു ഡബിൾ ടർബോ ജോസാണ്. ഒരു മാറ്റമില്ല. വൈശാഖും മമ്മൂക്കായും ഒന്നിച്ചപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ ആക്കിക്കൊണ്ടാണ് ഈ സിനിമ. ഇതൊരു വമ്പൻ വിജയമായിരിക്കും. മലയാള സിനിമയിലെ ഒരു ചരിത്ര റെക്കോർഡ് ഈ സിനിമയ്ക്ക് ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇന്ന് നമുക്കറിയാം, കാലാവസ്ഥ പോലും അനുകൂലമല്ല. ആ സമയത്ത് പോലും തിയേറ്റർ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. അടുത്ത ഷോയ്ക്കുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. ഇത് മലയാള സിനിമയെ ഞെട്ടിക്കുന്ന ഒരു തന്നെ ആയിരിക്കും. ഇനി ഒരു 50 കൊല്ലം ഈ എനർജിയോടുകൂടി പോയിരിക്കും, ഒരു മാറ്റമില്ല.